ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മീ കൺമണി. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. ഇന്നത്തെ ഒരു ഫുൾ ഡേ എടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് സാധിക്കുമോ എന്ന് എനിക്കറിയത്തില്ല, കാരണം വീട്ടിൽ എല്ലാവരും ഉണ്ടല്ലോ, ചേച്ചിയും അമ്മയും എല്ലാം ഉള്ളത് കാരണം ജോലിയും തിരക്കും ഒക്കെ ആയതുകൊണ്ട് ഫുള്ള് ഷൂട്ട് ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം ഞാൻ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ചു, നൈനൂട്ടി ഇതുവരെ എണ്ണിച്ചിട്ടില്ല. പിന്നെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഇനി ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടത്തുള്ളൂ. പിന്നെ ഇതാ നമ്മുടെ മിട്ടു ഇടയ്ക്ക് വന്ന് കിടപ്പുണ്ട്. ഇപ്പം മഴ സമയം ആയതുകൊണ്ട് ഭയങ്കര തണുപ്പല്ലേ. നേരത്തെ മിട്ടുവിനെ പിടിച്ച് കിടത്തിയാലും മിട്ടു കിടക്കത്തില്ല. ഇപ്പം തണുപ്പായതുകൊണ്ട് മിട്ടു കൂടെ വന്ന് കിടപ്പുണ്ട്. ഞാൻ ഉറക്കം എണീച്ച് വന്നപ്പോഴത്തേക്കിനും ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് പുട്ടും പിന്നെ ഞങ്ങൾക്ക് ദോശയും സാമ്പാറും ആയിരുന്നു കേട്ടോ. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിനിയും പോയി പല്ല് തേച്ച് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. അമ്മയ്ക്കാണെങ്കിൽ തീരെ വയ്യായിരുന്നു. ചേച്ചിയായിരുന്നു കേട്ടോ ഇന്നത്തെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കിയത്. അമ്മയ്ക്ക് 2-3 ദിവസമായിട്ടേ ഭയങ്കര ക്ഷീണമായിരുന്നു. ഹോസ്പിറ്റലിലൊക്കെ പോയിക്കുമായിരുന്നു. ഇപ്പോൾ കുറച്ച് കുറവുണ്ട്. അപ്പം അമ്മയ്ക്ക് രാവിലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് ഇന്നത്തെ ഫുഡൊക്കെ ചേച്ചിയാണ് ഉണ്ടാക്കിയത്. പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ട്. അമ്മ അങ്ങനെ പുട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ പോയി പല്ലൊക്കെ തേച്ചിട്ട് വന്നപ്പോൾ ഉണ്ട് അച്ഛൻ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്നു. അച്ഛനാണെങ്കിൽ നമ്മളെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ, മീനൊക്കെ വെട്ടി തന്നിട്ട്. അപ്പം ചേച്ചി ആയിരിക്കും മീൻ കറി വെക്കുന്നത്. ചേച്ചിയും അമ്മയുള്ളപ്പോൾ ഞാനങ്ങനെ കറിയൊന്നും വെക്കാറില്ല, കാരണം അവർ നന്നായിട്ട് കറി വെക്കുമല്ലോ. മിട്ടു കാത്തിരിപ്പുണ്ട് കേട്ടോ. മിട്ടുവിന് നമ്മൾ പച്ചമീൻ കൊടുക്കത്തില്ല, ഒന്നെങ്കിൽ വേവിച്ച് കൊടുക്കും, ഇല്ലെങ്കിൽ മീൻ കറി വെച്ചത് കൊടുക്കത്തുള്ളൂ. പച്ചമീൻ അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ ഇതാ നൈനൂട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരി കളിക്കുടുക്ക എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ബിസിയാണ് കേട്ടോ. അപ്പം ഞാൻ ചെന്നിട്ട് പറഞ്ഞ്, നൈനു നമുക്കെന്നാൽ നന്ദുവിൻ്റെ അടുത്ത് വരെ പോകാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവൾ പറഞ്ഞു, എന്നാൽ വാ കുഞ്ഞേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുകൂടെ നന്ദുവിൻ്റെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഉണ്ട് നന്ദുവിൻ്റെ പട്ടിക്കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനുള്ള പ്ലാനില്ല. അപ്പോൾ പിന്നെ ഞാനും പറഞ്ഞു, എന്നാൽ വാടി നമുക്ക് ഒരുമിച്ച് കുളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ജൂലിയുടെ മക്കളെ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ പോവാണ് കേട്ടോ. അവൾ എന്തോ വെള്ളമൊക്കെ എടുത്ത് വയ്ക്കുന്ന തിരക്കില്ല. അപ്പം ഓരോന്നിനായിട്ട് എടുത്ത് കുളിപ്പിക്കണം. ഇതിപ്പോൾ 2-3 പ്രാവശ്യത്തെ കുളിപ്പീരാണെന്ന് തോന്നുന്നു. ചില പട്ടിക്കുഞ്ഞുങ്ങൾ അടങ്ങിയിരിക്കും കേട്ടോ. അതിൻ്റെ അകത്ത് കുറുമ്പുള്ള 2-3 എണ്ണം ഉണ്ട്. അതുങ്ങളാണെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോഴേ ഭയങ്കര ഒരുമാതിരി അടവ് കരച്ചിലില്ലേ, അങ്ങനത്തെ കരച്ചിലായിരുന്നു. തന്നെ നൈനൂട്ടി കുളിപ്പിക്കുന്നത് നോക്കിയിരിക്കുക. പിന്നെ നല്ല വൃത്തിയായിട്ട് അവൾ പട്ടിക്കുഞ്ഞുങ്ങളെ നോക്കും കേട്ടോ. അത് ഇടയ്ക്കിടയ്ക്ക് കുളിപ്പിക്കുന്ന കാര്യമാണേലും കൂട് നന്നായിട്ട് കഴുകുന്ന കാര്യമാണേലും എല്ലാം അവൾ നന്നായിട്ട് നോക്കും. ബാക്കി കുളിക്കാനായിട്ടിരിക്കുന്ന ഇരിപ്പാണ് കേട്ടോ. ഒരെണ്ണത്തിനെ കുളിപ്പിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അവൾ കുളിപ്പിച്ച് തരും, ഞാൻ അതിനെ തുടച്ചിട്ട് കൊണ്ട് കൂട്ടി വെച്ച് കൊടുക്കും. ഇതായിരുന്നു പണി. പട്ടിക്കുഞ്ഞുങ്ങളെയൊക്കെ കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്ഥലം വരെ പോവാണ്. ഫയലൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും, നമ്മുടെ ലൈഫ് ലൈൻ ഹോസ്പിറ്റലില്ലേ, അവിടെ കൊണ്ടുപോയി ബയോഡേറ്റ കൊടുക്കാം എന്നുള്ള പ്ലാനിൽ പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി ബയോഡേറ്റയൊക്കെ കൊടുത്തു. പിന്നെ തിരിച്ച് വന്നിട്ട് ചായ ഇട്ട് കുടിക്കുന്ന അതാണ് നിങ്ങളീ കാണുന്നത്. അച്ഛനാണെങ്കിൽ ശർക്കരയില്ലേ, നമ്മുടെ ശർക്കരയാണ് ചായക്കകത്ത് ഇട്ട് കുടിക്കുന്നത്. അച്ഛൻ മധുരം ഇട്ട് കുടിക്കത്തില്ല. പിന്നെ മിട്ടുവാണെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കുന്ന കണ്ടുകൊണ്ട് മിട്ടുവിൻ്റെ ചോറ് പോയി കഴിക്കുകയാണ് കേട്ടോ. എനിക്ക് ചായ ഉണ്ടായിരുന്നു, ചായയുടെ കൂടെ കഴിക്കാനായിട്ട് മറ്റുള്ള തക്കാളി മുറുക്കില്ലേ, ആ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. കണ്ടില്ല, അച്ഛൻ ശർക്കര ചീകിയിട്ട് അത് ചായക്കകത്ത് മിക്സ് ചെയ്തിട്ടാണ് കുടിക്കുന്നത്. പഞ്ചസാര ഇട്ട് കുടിച്ചാൽ ഷുഗർ വരും, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ നൂറിനാടുള്ള ദന്താശുപത്രി വന്നേക്കുവാണ് കേട്ടോ. ചേച്ചി പല്ല് കാണിക്കണമായിരുന്നു. അപ്പം ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ചേച്ചി ഡോക്ടറിൻ്റെ അടുത്ത് പല്ലൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് രാത്രി ആയപ്പം ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഴിക്കുകയല്ല, നൈനൂട്ടിക്ക് ചോറ് കഴിക്കാൻ കൊടുക്കുകയാണ് കേട്ടോ. നൈനൂട്ടി ആണെങ്കിൽ ഫോണിൽ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ടാണ് ചോറ് കഴിക്കുന്നത്, മിക്കപ്പോഴും അങ്ങനെയാണ്. പിന്നെ ചേച്ചി അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ TV വെച്ചിട്ടുണ്ട് കേട്ടോ. TV കണ്ടുകൊണ്ട് ഞാൻ നൈനൂട്ടിക്ക് ചോറ് കൊടുക്കുന്നുണ്ട്, TV കാണുന്നുണ്ട്, ചോറ് കൊടുക്കുന്നുണ്ട്, TV കാണുന്നുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയുടെ ഫോണിലും എന്തോ ഡേ ഇൻ മൈ ലൈഫ് എടുത്തു കൊടുത്ത്, അമ്മ എടുത്തു കൊടുത്ത്. അപ്പോൾ എന്തോ ചരിഞ്ഞെന്തോ ഇരിക്കുകയാണെന്ന് ചേച്ചി ഇങ്ങനെ എന്നെ കാണിച്ചു തരുവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു ദിവസം. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ബൈ.